ലോകത്ത് പ്രചരിച്ചിട്ടുള്ളത് മഹാന്മാരായ ഔലിയാക്കന്മാരിലൂടെയാണ്. അതുകൊണ്ട് തന്നെ അവരെ സ്നേഹിക്കലും അവരെ ആദരിക്കലും അവരോട് ബന്ധം സ്ഥാപിക്കലും ഓരോ സത്യവിശ്വാസിയുടെയും ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രബോധന രംഗത്ത് കയ്യും മെയ്യും മറന്ന് സഹായിച്ചവരാണ് മഹാന്മാരായ അൻസാറുകൾ. ആ അൻസാറുകളെ സംബന്ധിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹുബ്ബുൽ അൻസാരി മിനൽ ഈമാൻ. അൻസാറുകളായ സ്വഹാബത്തിനെ സ്നേഹിക്കൽ ഈമാനിൻ്റെ ഭാഗമാണ്. ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിമിൽ പറഞ്ഞത് കാണാൻ കഴിയും. അപ്പം ദീനീ പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന, ഇടപെടുന്ന, അതിന് നേതൃപരമായ പങ്ക് വഹിക്കുന്നവരും അല്ലാത്തവരുമായ ആരെല്ലാമുണ്ടോ ആ മുഅ്മിനീങ്ങളെ ഒക്കെയും സ്നേഹിക്കലും അവരോട് ആദരവ് വെച്ച് പുലർത്തലും ഈമാനിൻ്റെ ഭാഗമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിലൂടെ ഈ സമൂഹത്തിന് നൽകുന്ന സന്ദേശം. മഹാന്മാരെ സ്നേഹിക്കുക എന്ന് പറയുന്നത്, അവരോട് ആദരവ് വെക്കുക എന്ന് പറയുന്നത്, അവരോട് ബന്ധം സ്ഥാപിക്കുന്നതിൻ്റെ വഴികൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അവരെ സംബന്ധിച്ച് അവരുടെ അവദാനങ്ങൾ പറയുക എന്നുള്ളത്, അവരുടെ ഗുണഗണങ്ങൾ എടുത്തു പറയുക, അവരെ സംബന്ധിച്ച് സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക, ഇതൊക്കെയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്ന കാര്യങ്ങൾ. ദിക്റുൽ അംബിയാഇ ഇബാദ, അംബിയാക്കന്മാരെ സംബന്ധിച്ച് പറയുക എന്നുള്ളത് ഇബാദത്താണ്. വദിക്റു സ്വാലിഹീന കഫാറത്തുൻ, സ്വാലിഹീങ്ങളായ മഹാന്മാരെ സംബന്ധിച്ച് പറയുക, അവരെ പുകഴ്ത്തി പറയുക എന്നുള്ളത് ദോഷം പൊറുപ്പിക്കാനുള്ള കർമ്മമാണെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അള്ളാഹു ഈ സദസ്സിൻ്റെ മഹത്വം കൊണ്ട് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, കൂട്ടുകുടുംബക്കാർ, ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും ദോഷങ്ങൾ പുറത്തു തരുമാറാവട്ടെ. സ്വാലിഹീങ്ങളെ പറയൽ ഇബാദത്താണ്. സ്വാലിഹീങ്ങളെ പറയൽ അത് ദോഷം പൊറുപ്പിക്കാനുള്ള കർമ്മമാണ്. ദോഷം പൊറുപ്പിക്കുക എന്ന് പറയുമ്പോൾ ദോഷം പൊറുപ്പിക്കാനുള്ള രണ്ട് വഴികളാണുള്ളത്. ഒന്ന് തൗബയാണ്. തൗബ ചെയ്ത് അള്ളാഹുവിനോട് ദോഷം പൊറുപ്പിക്കാം. സ്വാലിഹീങ്ങളെ പറയുക എന്നുള്ളത് തൗബയല്ല എന്ന് നമുക്കൊക്കെ അറിയാം. അപ്പോൾ പിന്നെ അത് ഇബാദത്തിന്റെ പരിധിയിലാണ് പെടുന്നത്. ഇബാദത്തിലൂടെ അല്ലാഹു തആല ദോഷം പൊറുപ്പിക്കും. ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിന സയ്യിആത്ത്, ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിന സയ്യിആത്ത്, തീർച്ചയായും നന്മകൾ, സുഹൃതങ്ങൾ, സൽക്രമങ്ങൾ, ഇബാദത്തുകൾ, ത്വാഅത്തുകൾ ചീത്തയെ, ദോഷങ്ങളെ അത് പൊറുപ്പിച്ചു കളയും, ഇല്ലാതെയാക്കി കളയും എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. അപ്പം മഹാന്മാരെ പറയുക എന്നുള്ളത് അത് അള്ളാഹുവിനുള്ള വഴിപ്പെടലാണ്, ത്വാഅത്ത് എന്ന അർത്ഥത്തിലുള്ള ഇബാദത്താണ് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് മഹാനായ ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവരുടെ പേരിൽ നമ്മൾ ഖുതുബിയ്യത്ത് ചൊല്ലുന്നത്. ഖുതുബിയ്യത്ത് ഒരു സുഗർദ്ധമാണ്, ഒരു സുന്നത്തായ, ത്വാഅത്ത് എന്ന അർത്ഥത്തിൽ സുന്നത്തായ ഒരു കർമ്മമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഖുതുബിയ്യത്ത് ഓതാൻ നേർച്ചയാക്കും. കാരണം മഹാനായ ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവരെ പുകഴ്ത്തി പറയുകയാണ് ഖുതുബിയ്യത്ത് ബൈത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. അതുപോലെ മഹാനവറുകളെ വിളിക്കുകയാണ്, യാ ഗൗസ് യാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി,
മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളെ അവിടെ ഇസ്തിഗാസ ചെയ്യുകയാണ്, അവിടുത്തെ വിളിച്ചുകൊണ്ട് തവസ്സുലാക്കുകയാണ്. മഹാനായ അല്ലാമ ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ശറഹുൽ ഇളാഹിൽ പറഞ്ഞത് കാണാൻ കഴിയും. മഹാന്മാരെ വിളിക്കുന്നത്, അത് ഇസ്തിഗാസ എന്ന് പറയുന്നത് അത് തവസ്സുലാണ്. അവരെ വിളിച്ചുകൊണ്ട് അവരെ റെക്കമെൻഡിന് വേണ്ടി ആവശ്യപ്പെടുന്ന തവസ്സുലാണെന്നും ആ ഇസ്തിഗാസ സുന്നത്താണെന്നും മഹാനവറുകൾ പഠിപ്പിച്ചത് കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ മഹാന്മാരുമായിട്ടുള്ള ബന്ധം അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എന്ന് മുറിഞ്ഞു പോകുന്നുവോ അന്ന് ഇസ്ലാമിന്റെ നാശമാണ്. നമ്മൾ ചുറ്റുവട്ടം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ബിദ്അത്തിന്റെ കക്ഷികൾ നമുക്ക് കാണാൻ കഴിയും. എത്രയോ ബിദ്അത്തിന്റെ കക്ഷികൾ. ഇന്ന് മാത്രമല്ല, ഇസ്ലാമിന്റെ ആവിർഭാവ കാലം മുതൽ മഹാന്മാരായ സ്വഹാബത്തിന്റെ കാലം മുതൽക്ക് തന്നെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെയുള്ള മുനാഫിക്കുകൾ മഹാന്മാരായ സ്വഹാബത്തിന്റെ കാലമായപ്പോൾ ഖവാരിജുകളായും മറ്റു പല പിൽക്കാലത്ത് മുഅ്തസിലികളും റാഫിളുകളുമായി പലതരത്തിലുള്ള രൂപം പ്രാപിച്ചത് ചരിത്രത്തിൽ കാണാൻ കഴിയും. അവരെല്ലാവരും മഹാന്മാരെ കളവാക്കിയവരും കൊച്ചാക്കിയവരും നിസ്സാരമാക്കിയവരുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാമുമായി ബന്ധം സ്ഥാപിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അബദ്ധങ്ങൾ മാത്രം ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു തരത്തിലേക്ക് അവർ തരം താഴ്ന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ഇന്ന് ആ മുഅ്തസിലത്തിനെ നമുക്ക് കാണാൻ കഴിയില്ല. ആ റാഫിദത്തിന്റെ പേരിൽ ഒരു സംഘടന പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. അല്ലെങ്കിൽ ഖവാരിജിയത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്നത് കാണാൻ കഴിയില്ല. ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം, ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള പുതിയ പുതിയ പ്രസ്ഥാനങ്ങളെയാണ് നമ്മൾ കേൾക്കുന്നത്. സത്യത്തിൽ അവരന്ന് പറഞ്ഞ ആശയങ്ങളും അന്നത്തെ ആലിമീങ്ങൾ കുഴിച്ചു മൂടിയ അവരുടെ ബാലിശമായ വാദങ്ങളും പൊടി തട്ടിയെടുത്ത് ഇന്നത്തെ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അന്ന് അക്കാലഘട്ടത്തിൽ അറിയപ്പെട്ട ഈ ആശയത്തിന്റെ ലേബലിലല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം കാലഘട്ടത്തിന്റെ പുരോഗതിക്കനുസരിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വളരെ മൗഢ്യമായ, ബുദ്ധിക്ക് പോലും യോജിക്കാൻ കഴിയാത്ത ആശയങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ സമൂഹം അവരെ ചവച്ചരിച്ചു തുപ്പുകയുണ്ടായി. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങളെ നമ്മൾ ഇസ്തിഗാസ നടത്തുമ്പോൾ അന്ന് പ്രധാനമായും ഈ പുത്തൻവാദികൾ പറഞ്ഞത് വിദൂരത്തുള്ള ആൾ കേൾക്കുകയില്ല എന്നായിരുന്നു. ഇവിടെ വെച്ച് മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ ബഗ്ദാദിൽ കിടക്കുന്ന മുഹിയുദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചാൽ മുഹിയുദ്ദീൻ ഷെയ്ഖ് കേൾക്കുമോ? വിദൂര ദിക്കിലുള്ള ആളെ കേൾപ്പിക്കാൻ ഇവിടെയുള്ളവർക്ക് സാധിക്കുകയില്ല എന്ന് ഒരു കാലത്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വികസിക്കുന്നതിന്റെ മുമ്പ് അവർ പറഞ്ഞപ്പോൾ, ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും വികസിച്ചു വന്നപ്പോൾ അവർക്കത് സമൂഹത്തിന്റെ മുന്നിൽ പറയാൻ പറ്റാത്ത ഒരു ആശയമായി അവർ ഇന്നത് മൂടി വെക്കുകയാണ്. അവർ പറയുന്നത് ഇന്റർനെറ്റ് വഴി നിക്കാഹ് ചെയ്യാൻ വരാൻ പറ്റുമെന്നാണ്. ഇപ്പൊ അടുത്ത കാലത്ത് അറിയാലോ, നെറ്റ് വഴി അങ്ങ് അമേരിക്കയിലുള്ള വരനും സൗദിയിലുള്ള വലിയും തമ്മിൽ നിക്കാഹ് നടത്തുകയാണ്. അത് പറ്റുമോ പറ്റൂല എന്നുള്ളത് മറ്റൊരു ചർച്ച. ആ ഒരു അർത്ഥത്തിലേക്ക് അവർ അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു കാലഘട്ടത്തിൽ വളരെ ബാലിശമായ വാദങ്ങൾ അവർ മുന്നോട്ട് വെച്ചപ്പോൾ ബുദ്ധിയുള്ള ആരും ഇന്ന് ആ പ്രസ്ഥാനത്തിലേക്ക് പോകുന്നില്ല. മുമ്പൊക്കെ ഒരു മഹല്ല് എന്ന് പറഞ്ഞാൽ അത് ഒന്നായിട്ടങ്ങ് വഹാബിയാകല, അതല്ലെങ്കിൽ ഒരു മഹല്ല് അപ്പാടെ ജമാഅത്തെ ഇസ്ലാമിയാകലാണ്. ഇന്ന് അതിലുള്ള ആളുകൾ സുന്നത്ത് ജമാഅത്തിലേക്ക് വരുന്നു എന്നല്ലാതെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും അത് ഏത് കാലഘട്ടത്തിലും പത്തരമാറ്റാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതിന് പ്രമാണത്തിന്റെ പിൻബലമുണ്ട്, ബുദ്ധിയുടെ പിൻബലമുണ്ട്. ഏതർത്ഥത്തിലും സമർത്ഥിക്കാൻ പറ്റിയ ആശയങ്ങൾ മാത്രമേ പരിശുദ്ധ ദീനുൽ ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, മഹാന്മാരായ അമ്പിയാക്കൾ, സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ, അവരോടുള്ള മഹബത്ത് നമ്മുടെ ജീവിതത്തിൽ വളരെ കൂടുതൽ വെച്ച് പുലർത്തേണ്ട കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇബ്ലീസ് ഒരു മനുഷ്യനിലേക്ക് കടന്നു വരുന്നത്, അതല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത്
മഹാന്മാരോടുള്ള ഹുബ്ബ് നശിപ്പിക്കലിലൂടെയാണ്. ആ ഹുബ്ബ് അങ്ങ് നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പച്ചപ്പില്ലാത്ത മരുഭൂമി പോലെ, വെള്ളവും ഊരും ചൂരുമില്ലാത്ത വിജനമായ സ്ഥലം പോലെ മരവിച്ചു കിടക്കുന്ന അവസ്ഥയിലേക്ക് മാറിപ്പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ഈമാൻ സലാമത്താക്കി തരുമാറാവട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, മഹാന്മാരെ ബഹുമാനിക്കുക, ആദരിക്കുക, അതിൻ്റെ ഭാഗമാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയത്. മഹാനായ ജലാലുദ്ദീൻ അഹ്മദുൽ ഖാദിരി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യം നാട്ടുകാരായ ഇവിടത്തുകാരായ ആളുകളോടും അവിടുത്തെ മുഹബ്ബീങ്ങളായ ആളുകളോടും പറയേണ്ടതില്ല. മഹാന്മാരായ സൂഫിയാക്കളിൽ ഔലിയാക്കളിൽപ്പെട്ട മഹാനവറുകൾ ദീർഘകാലം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി, ഇസ്ലാമിക ശരീഅത്തിന്റെ അഹ്കാമുകളെ അളവ് തെറ്റിക്കാതെ അതിൻ്റെ കാവൽ ഭടനായി നിന്ന മഹാനായ വലിയ പണ്ഡിതനും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനുമാണ് എന്ന് നമുക്കൊക്കെ അറിയാൻ കഴിയും. ഒരുപാട് അത്ഭുതങ്ങൾ മഹാനവറുകളെ ചുറ്റിപ്പറ്റി അവിടുത്തോട് ബന്ധപ്പെട്ട ആളുകൾക്ക് അനുഭവിച്ച അനുഭവങ്ങളുണ്ട്. മഹാനവറുകൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വലിയ ആശിക്കായിരുന്നു, വലിയ മാദിഹായിരുന്നു. മൗലിദുൻ നൂർ ഇവിടെ പാരായണം ചെയ്യുകയുണ്ടായി. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ വരികളാണ് ആ ബൈത്തിലൂടെയും ആ മൗലിദിലൂടെയും നമ്മൾ കാണുന്നത്. അല്ലാഹു തആല അതിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട്, മഹാനവറുകളുടെ മദദ് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ചു തരുമാറാവട്ടെ. മഹാന്മാരോടുള്ള ബന്ധം അത് ജീവിതകാലത്ത് മാത്രമല്ല, വഫാത്തിന്റെ ശേഷവും ബന്ധമുണ്ട്. ഒരു മനുഷ്യന് നന്നാകാൻ പറ്റിയത് സുഹ്ബത്തു സ്വാലിഹീൻ, സജ്ജനങ്ങളോടുള്ള സഹവാസമാണ് എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ സുഹബത്ത് സ്വാലിഹീങ്ങളോടുള്ള സഹവാസം, അത് ജീവിച്ചിരിക്കുന്നവരോടുള്ള സഹവാസമുണ്ട്, മരിച്ചവരോടുള്ള സഹവാസമുണ്ട്. മരിച്ചവരാണെങ്കിലും ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും അവരുടേതായ ബറക്കത്ത്, മദദ്, ഫുയൂദാത്തുകളൊക്കെ നാം അവരുമായി ബന്ധപ്പെടുമ്പോൾ, അവരെ സിയാറത്ത് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുകയാണ്. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ വിഖ്യാതമായ തുഹ്ഫയിൽ പറഞ്ഞു, വഅമ്മാ സുവാറുഹും, മഹാരഥന്മാരായ സ്വാലിഹീങ്ങളെ സിയാറത്ത് ചെയ്യുന്ന സായിരീങ്ങൾ, അവിടെ സിയാറത്തിന് വേണ്ടി പോകുന്ന ആളുകൾ, ഫയഊദു ഇലൈഹിം മിൻഹും മദദുൻ ഉഖറവിയ്യുൻ, ആ സിയാറത്തിന് പോകുന്ന ആളുകൾക്ക് ആ ഖബറിൽ കിടക്കുന്ന മഹാന്റെ അഭൗതികമായ ആത്മീയമായ സഹായങ്ങൾ അല്ലാഹു തആല നൽകുമെന്ന് മഹാനായ ഖാത്തിമത്തുൽ മുഹഖ്ഖിഖീൻ ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ തുഹ്ഫയിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ മഹാന്മാരുടെ ഖബർ സിയാറത്ത്, അവരെ സിയാറത്ത് ചെയ്യും പഠിപ്പിക്കുകയാണ്. അപ്പൊ മഹാന്മാരുടെ ഖബർ സിയാറത്ത്, അവരെ സിയാറത്ത് ചെയ്യുമ്പോൾ കേവലം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മാത്രം അല്ല, ആ പ്രാർത്ഥനയോടൊപ്പം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്നിരിക്കെ അതുപോലെ ആ മഹാന്മാരിൽ നിന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ചില മദദുകളുണ്ട്, സഹായങ്ങളുണ്ട്. എല്ലാം നൽകുന്നവൻ അല്ലാഹുവാണ്, എല്ലാം വിലങ്ങുന്നവനും കൊടുക്കുന്നവനും അല്ലാഹുവാണ്. ഇതാണ് ഒരു മുസ്ലിമിന്റെ വിശ്വാസം എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാര് നമ്മെ സഹായിക്കുമെന്ന് പറയുമ്പോഴേക്ക് അവര് പടച്ചവനായോ എന്ന് ചോദിക്കുന്ന പുത്തൻവാദികളുണ്ട്. ഒരിക്കലുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ സൃഷ്ടിച്ച് സംവിധാനിച്ചവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയാതെ ഈ ലോകത്തുള്ള ഒരു ഇല പോലും അനങ്ങുകയില്ല. അല്ലാഹു തആല കഴിവ് കൊടുക്കാതെ ഒരു വലിയിന് പോലും ഒരു ചെറുവിരൽ അനക്കാൻ സാധ്യമല്ല. ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാന വിശ്വാസമാണ്. ഈ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് പറയുന്ന നമ്മൾ മഹാന്മാര് സഹായിക്കുമെന്ന് പറയുമ്പോൾ, അതല്ലെങ്കിൽ അവരിൽ നിന്ന് സഹായം കിട്ടുമെന്ന് പറയുമ്പോഴേക്കും അത് ശിർക്കാവുകയില്ല, അത് കുഫറാവുകയില്ല. അത് ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ സംബന്ധിച്ചുള്ള വിവരദോഷമാണ്. അല്ലാഹു തആല കൊടുക്കുന്നതാണ്. യർസുഖുഹും മിൻ ഹൈസു ലാ യഹ്തസിബ്. അല്ലാഹു തആല
കയ്യും കണക്കുമില്ലാതെ വാരിക്കോരി കൊടുക്കും എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. യാതൊരുവിധ ഹിസാബും ഇല്ലാതെ അല്ലാഹു തആല അവർക്ക് ബിഗൈരി ഹിസാബ്, ഒരു ഹിസാബുമില്ലാതെ, ഒരു കയ്യും കണക്കുമില്ലാതെ അല്ലാഹു അവന്റെ ഇഷ്ടദാസന്മാർക്ക് കൊടുക്കും എന്ന് പറയുമ്പോൾ ആ കൊടുക്കുന്നത് പരിധി നിശ്ചയിക്കാൻ ഒരു പുത്തൻവാദിക്കും സാധ്യമല്ല, ഒരു മനുഷ്യനും സാധ്യമല്ല. അല്ലാഹു തആല അവന്റെ ഇഷ്ടദാസന്മാർക്ക് അവൻ കൊടുക്കുകയാണ്. ആ കൊടുക്കുന്നത് അല്ലാഹു തആല അവര് മുഖേന ലോകത്ത് ചെയ്യുന്ന മദതുകളാണ്. ഈ ഭൗതികമായ ലോകം എന്ന് പറയുന്നത് അങ്ങനെയാണ്. കാര്യകാരണങ്ങളുമായി ബന്ധപ്പെട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനുമായി ഇടപെടുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള 1,00,000-ൽ പരം വരുന്ന അമ്പിയാക്കളെ അല്ലാഹു തആല ലോകത്തേക്ക് അയച്ചത് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടിയാണ്. ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിത പദ്ധതിയാണ്. അല്ലാഹു തആല ആ ജീവിത പദ്ധതി മനുഷ്യനിൽ ഇറക്കിക്കൊടുത്തത് നേരിട്ടല്ല, മറിച്ച് അമ്പിയാക്കന്മാർ എന്ന് പറയുന്ന ഒരു മധ്യവർത്തികളെ ഇടയിൽ വെച്ചുകൊണ്ടാണ്. അള്ളാഹുവിനെ നേരിട്ട് ഉത്ബോധനം ചെയ്യാൻ, ബോധനം നൽകാൻ, ഓരോ വ്യക്തിക്കും ആവശ്യമായത് അവനിലേക്ക് ബോധനം നൽകാൻ കഴിയാത്തവനല്ല. പക്ഷേ അള്ളാഹുവിന്റെ ഹിക്മത്ത് ഈ ഭൗതിക ലോകത്തുള്ളത് കാര്യകാരണങ്ങളുമായി ബന്ധപ്പെടുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മഹാന്മാരായ അംബിയ മുർസലുകളെ അല്ലാഹു തആല മധ്യവർത്തികളായി ഇടയാളന്മാരാക്കി വെച്ചുകൊണ്ടാണ് പരിശുദ്ധ ശരീഅത്തിന്റെ അഹ്കാമുകൾ പോലും ഈ ലോകത്ത് അല്ലാഹു തആല വിളംബരം ചെയ്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് ബന്ധപ്പെടാനും അള്ളാഹു ചില മധ്യവർത്തികളെ വെച്ചിട്ടുണ്ട്. ആ മധ്യവർത്തികളുമായി ബന്ധപ്പെടുമ്പോൾ അത് ഒരു സുന്നത്തായ ഇബാദത്താണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. വബ്തഗൂ ഇലൈഹിൽ വസീല, അല്ലാഹുവിലേക്ക് നിങ്ങൾ വസീലയെ തേടണം, മധ്യവർത്തികളെ നിശ്ചയിക്കണം. മഹാന്മാരായ അമ്പിയാക്കൾ, സ്വാലിഹീങ്ങൾ, സിദ്ദീഖീങ്ങൾ അവരാണ് നമ്മുടെ മധ്യവർത്തികൾ എന്ന് പറയുന്നത്, നമ്മുടെ വസായിലുകൾ എന്ന് പറയുന്നത്. ആ വസീലകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്ന അൽ വസീലത്തുൽ ഉദ്മ മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഫൈളാനുകളും അവിടുന്ന് ലഭിക്കുന്ന പ്രകാശങ്ങളും ആത്മീയ ചൈതന്യങ്ങളുമാണ് മറ്റെല്ലാ മഹാന്മാരിലും ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ചിന്തിക്കുമ്പോൾ അല്ലാഹു തആല കൊടുത്ത കഴിവുകളെ കൊണ്ട്, അല്ലാഹു നൽകിയ അധികാരങ്ങളെ കൊണ്ട്, അല്ലാഹു നൽകിയ സഹായങ്ങളെ കൊണ്ട് അവർ നമ്മെ സഹായിക്കുകയാണ്. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന സഹായങ്ങൾ അല്ലാഹു ഈ ലോകത്ത് വിതരണം ചെയ്യുന്നത് മഹാന്മാരിലൂടെയാണ്. നിങ്ങൾ നോക്കൂ, ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജീവിക്കുന്ന സമയം വരെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല. അപ്പൊ ഈ ലോകം നിലനിൽക്കുന്നത് മഹാന്മാരിലൂടെയാണ്. അല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യനും ഈ ഭൂമി ലോകത്തില്ലാതെയായാൽ പിന്നെ ഈ ലോകത്തിന്റെ അവസാനമാണ്, ഈ ലോകം നശിക്കുകയാണ്. അപ്പോൾ ഏത് കാലഘട്ടത്തിലും മഹാരഥന്മാരായ ഔലിയാക്കന്മാർ ഖിയാമത്തിനോട് തൊട്ടടുത്ത് വരെ ഈ ലോകത്തുണ്ടായിക്കൊണ്ടേയിരിക്കും. ചില മഹാന്മാർ പറഞ്ഞു, ആത്മജ്ഞാനികൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ അവിടെ ഒരുമിച്ച് കൂടിയത് 1,24,000 ഹജ്ജത്തുൽ വദാഇൽ പങ്കെടുത്തത് എന്ന് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ചില മഹാന്മാര് പറഞ്ഞു, ഏത് കാലഘട്ടത്തിലും 1,24,000-ൽ കുറയാത്ത ഔലിയാക്കൾ ഭൂലോകത്തുണ്ടായിക്കൊണ്ടേയിരിക്കും. ഖിയാമത്ത് നാളിനോട് അടുത്തു വരുമ്പോഴല്ലാത്ത അതിന്റെ തൊട്ടു മുമ്പുള്ള ഏത് കാലങ്ങളിലും ഇത്രയും മഹാരഥന്മാർ ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുമെന്ന് മഹാന്മാര് പറഞ്ഞത് കാണാൻ കഴിയും. ഹാഫിദുസ് സമർഖന്ദിയുടെ അൽ ഖത്റുൽ ഗൈസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന് ശൈഖ് മുഹമ്മദ് ജാവ അന്നൂബി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ ശറഹിൽ അത് കാണാൻ കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മഹാന്മാരായ ഔലിയാക്കന്മാർ അത് ഏത് കാലഘട്ടത്തിലും ഉണ്ടാകും. ആ മഹാന്മാരായ ഔലിയാക്കന്മാരാണ് ഈ ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ നമുക്ക് നോക്കും, അദ്ദേഹമാണ് പ്രസിഡന്റ്, അല്ലെങ്കിൽ അദ്ദേഹമാണ് രാഷ്ട്രപതി, അല്ലെങ്കിൽ ഇന്ന ആളാണ് രാജാവ്, ഇതൊക്കെ തോന്നുമെങ്കിലും അത് ഭൗതികമായ ലോകത്ത് നാം കാണുന്നതാണെങ്കിൽ ആത്മീയ ലോകത്ത് അള്ളാഹുവിന് വളരെ വ്യവസ്ഥാപിതമായ ചില സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനത്തെ അല്ലാഹു തആല നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ പൂർണ്ണമായി വിധേയമായി കൊണ്ട്
അവരിവിടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടത്തുന്ന ഏത് കാലഘട്ടത്തിലുമുള്ള മഹാന്മാരായ ഏറ്റവും വലിയ ഔലിയാക്കന്മാരിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ, ആ വിഭാഗത്തിലെ വലിയ മഹാനാണ് അൽ ഖുത്ബ് എന്ന് പറയുന്ന തസ്തികയിൽ വിരാജിക്കുന്ന മഹാൻ. ഏത് കാലഘട്ടത്തിലും ഖുത്ബുണ്ടാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു. മഹാനായ ശൈഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസ്താദാണ്. ജാമിഉൽ അസ്ഹറിലെ പ്രസിദ്ധനായ പണ്ഡിതനാണ്. മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവർക്ക് വലിയ പ്രിയപ്പെട്ട ഉസ്താദായിരുന്നു. ശൈഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസാരി തങ്ങൾക്ക് ഇബ്നു ഹജർ അൽ ഹൈതമിയും അപ്രകാരം തന്നെയാണ്. കുട്ടിയായിരുന്ന 14-ാമത്തെ വയസ്സിലാണ് ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി ജാമിഉൽ അസ്ഹറിൽ പഠിക്കാൻ പോകുന്നത്. ആ ചെറുപ്രായത്തിൽ തന്നെ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട്, അവിടുത്തെ കിതാബ് സബത്തിൽ പറയുന്നുണ്ട്, എന്നെ കാണുമ്പോൾ മഹാനായ ശൈഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസാരി എനിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്ന്. തലയിൽ കൈവച്ച് ദുആ ചെയ്യാറുണ്ടായിരുന്നു. അത്ര ഇഷ്ടമായിരുന്നു ശൈഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസാരി തങ്ങൾക്ക് മഹാനായ ഖാത്തിമത്തുൽ മുഹഖ്ഖിഖീൻ ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി പൊന്നാനിക്കാരനായ നമുക്കൊക്കെ അഭിമാനമായ ഫതുഹുൽ മുഈൻ എന്ന ഗ്രന്ഥം രചിച്ച മഹാനായ ഷെയ്ഖ് അഹ്മദ് സൈനുദ്ദീൻ മഖ്ദൂം സഗീർ ബഹുമാനപ്പെട്ടവരുടെ ഉസ്താദാണല്ലോ ഇബ്നു ഹജർ അൽ ഹൈതമി. മക്കത്തെ ഹറമിലെ മുദരിസായിരുന്ന മഹാനവറുകൾ അവരുടെ ഉസ്താദാണ് ശൈഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി. വലിയ പണ്ഡിതനാണ്. ദീർഘകാലം ജീവിച്ച, ഒരു മനുഷ്യനെയും കൂസാത്ത, അക്കാലഘട്ടത്തിലെ രാജാക്കന്മാരുടെ മുഖത്തു നോക്കിപ്പോലും ഗർജിക്കാൻ കഴിവുണ്ടായിരുന്ന അന്നത്തെ ഒരു താജുൽ ഉലമ എന്ന് പറഞ്ഞാൽ മഹാനായ ശൈഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി അത്ര വലിയ മഹാനാണ്. ആ മഹാനവറുകൾ അവിടെ ദറസ് നടത്തുന്ന സമയത്ത് അവിടെ വേറെയും ചില ഉസ്താദുമാരൊക്കെയുണ്ട്. ആ ഉസ്താദുമാരെ കൂട്ടത്തിൽ പേര് ഞാൻ ഓർക്കുന്നില്ല, മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി സംഭവം അവിടുത്തെ ഫതാബൽ ഹദീസിയയിൽ റിപ്പോർട്ട് പറഞ്ഞത് കാണാൻ കഴിയും. മഹാനവറുകൾ ഒരു ഉസ്താദ്, അദ്ദേഹം ഈ ഖുതുബ്, അബ്ദാലുകൾ, അഗ്യാസുകൾ എന്ന് പറയുന്ന മഹാന്മാരായ ഔലിയാക്കന്മാരിലുള്ള ഈ തസ്തികകളെയൊക്കെ വളരെ കൂടുതൽ നിഷേധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഏത് സമയം സബക്കിൽ ഇതുമായി ബന്ധപ്പെട്ട പരാമർശം വരുമ്പോൾ ഈ ഉസ്താദ് അവർകൾ വല്ലാതെ അതിനെ കണിശമായി എതിർക്കുകയും അത് ബാത്തിലാകുന്ന രൂപത്തിലേക്ക് അതിനെ തള്ളി മാറ്റുകയും ചെയ്യുന്ന ഒരു പ്രകൃതം. അപ്പൊ മഹാനായ ചെറിയ കുട്ടിയാണ് ഇബ്നു ഹജർ അൽ ഹൈതമി. ബഹുമാനപ്പെട്ടവർക്ക് തോന്നി, ഇത് അന്നത്തെ അവിടുത്തെ സീനിയർ മുദരിസാണല്ലോ ശൈഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസാരി, മഹാനവറുകളോട് ഈ വിഷയം പറയണം. അങ്ങനെ ഈ എതിർക്കുന്ന ഈ ഉസ്താദ് പ്രായമായ, അദ്ദേഹത്തിന് കാഴ്ച കുറവാണ്. അപ്പൊ എവിടെങ്കിലും പോകണമെങ്കിൽ ഏതെങ്കിലും ഖാദിമീങ്ങൾ വേണം. അപ്പൊ പലപ്പോഴും മഹാനായ ഇബ്നു ഹജർ തങ്ങളെ കൂട്ടും. അങ്ങനെ ഒരിക്കൽ ശൈഖുൽ ഇസ്ലാമിന്റെ റൂമിലേക്ക് ഈ ഉസ്താദ് അവറുകൾ മഹാനായ ഇബ്നു ഹജർ തങ്ങളെയും പിടിച്ച് കുട്ടിയായ ഇബ്നു ഹജർ തങ്ങളെയും പിടിച്ചുകൊണ്ട് റൂമിലേക്ക് ചെന്നു. എന്തോ വിഷയം സംസാരിക്കാൻ ചെന്നതാ. കിട്ടിയ സന്ദർഭം മഹാനായ ഇബ്നു ഹജർ തങ്ങൾ ശൈഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചു, ഈ ഔലിയാക്കളിൽ അഖ്താബ്, അഗ്യാസ് തുടങ്ങിയ പദവികളെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, അത് ഹക്കാണ്, അത് ഹക്കാണ്. അപ്പൊ ഉടനെ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു, ഈ ഉസ്താദ് അതിനെ എതിർക്കാണ് എന്ന് പറഞ്ഞു. വലിയ ഉസ്താദിനോട് ചെറിയ ഉസ്താദിനെ സംബന്ധിച്ച് കംപ്ലൈന്റ് ആണ്. പക്ഷെ അത് മൂപ്പരും ആ സമയത്ത് എന്തായില്ല, അത്ര കുളർത്തിയില്ല, വിചാരിച്ചിട്ടില്ല. മൂപ്പർക്കും ഷോക്കായി പോയി. ഈ ചെറിയ ഉസ്താദിന് അദ്ദേഹത്തിനോട് നേരെ തിരിഞ്ഞിട്ട് മഹാനായ ശൈഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസാരി ചോദിച്ചു, നിങ്ങൾ അപ്രകാരം പറയുന്നു എന്ന് പ്രത്യേക ഒരു ഭാവത്തിൽ മഹാനായ ശൈഖുൽ ഇസ്ലാമിന്റെ ആ നേരത്തെയുള്ള ശാന്ത സ്വഭാവമൊക്കെ മാറിയിട്ട് വളരെ ഗൗരവത്തോടുകൂടെ ചോദിച്ചപ്പോൾ മറ്റേ ഉസ്താദ് അങ്ങ് ചൂളിപ്പോയി. പിന്നീട് മഹാനവറുകൾ അതിനെ എതിർത്തിട്ടില്ല. അദ്ദേഹത്തിന്റെ ഹൃദയം അല്ലാഹു തആല ഫത്ഹ് ചെയ്തു കൊടുത്തു. അപ്പൊ മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ, അവരിൽ അഖ്താബുകളുണ്ട്,
അഗയാസുകളുണ്ട്. ഇതൊക്കെ ഞാൻ പറയുന്നത് എന്തെങ്കിലും ചില ചപ്പടി വിദ്യയുടെ ഒരു മേഖല തുറക്കാൻ വേണ്ടിയാണ്. ഇതൊക്കെ ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ ഓരോരുത്തരും വരും ഞാൻ അഖത്താബാന്ന് പറഞ്ഞ്. അങ്ങനെ ഇസ്ലാം അങ്ങനെ പറഞ്ഞു വരുന്നവരെയൊക്കെ അംഗീകരിക്കാനുള്ളവരല്ല. ഇപ്പൊ അടുത്ത കാലത്ത് നമുക്കറിയാം കുത്തുബുസ്സമാൻ എന്ന് പറഞ്ഞ് ആലുവയിലുള്ള ഒരാൾ വന്നു. അങ്ങനെ ഓരോരുത്തരും വരും ഞാൻ കുത്തുബുസ്സമാനാണ്. ആരാണ് കുത്തുബ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂല, ഒരാൾക്കും മനസ്സിലാക്കാൻ കഴിയൂല. അതുകൊണ്ട് തന്നെ മഹാന്മാരുടെ ചരിത്രത്തെ പരിശോധിച്ച് നോക്കിയാൽ, ഞാൻ നീട്ടി പറയുന്നില്ല, അഖ്താബുകളെ സംബന്ധിച്ച് പരിശോധിച്ച് നോക്കിയാൽ ഏത് മഹാന്മാരെ പരിചയം കുത്തുബ് എന്ന് പറഞ്ഞ ഒരു കൂട്ടരുണ്ടാവും, വേറൊരു കൂട്ടർ പറഞ്ഞാൽ അവർ കുത്തുബല്ല. അതിന് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കുത്തുബ് തീരെ ഇല്ല എന്നല്ല അവരാ പറഞ്ഞതിന്റെ അർത്ഥം. ഇയാൾ കുത്തുബാണോ അല്ലേ? കുത്തുബാണ് എന്ന് കിട്ടിയവർ അവർ കുത്തുബ എന്ന് പറയും. വേറെ ചിലർക്ക് കുത്തുബാണോ അറിയൂല. അറിയാത്തത് പറയാൻ പാടില്ല എന്നുള്ളവർക്ക് ഓലത് പറയൂല. അതുകൊണ്ട് ഇവിടെ ആരും മോശക്കാരല്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. അതൊക്കെ ഇസ്ലാമിന്റെ ഒരു അവാച്യ ഘടകമാണ് എന്നാണ് ചിലരൊക്കെ തെറ്റിദ്ധരിച്ചത്. കുത്തുബാരാന്ന് ഇന്ന ആളാണെന്ന് വിശ്വസിക്കണം, അങ്ങനൊന്നുമില്ല. കുത്തുബിയ്യത്ത് എന്ന് പറയുന്നത് ബിലാ നിസാ, തർക്കമില്ലാതെ ലോകത്ത് സ്ഥിരപ്പെട്ടത് ഒരേ ഒരു മഹാനാണ്. അത് ഖുത്ബുൽ ഖുത്താബ് ഗൗസുൽ ആദം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു. ഏത് മഹാന്മാരെടുത്ത് പരിശോധിച്ച് നോക്കിയാലോ ഇന്നാള് കുത്തുമാറി. അക്കാലഘട്ടത്തിൽ തന്നെ വേറൊരു ആളുകളെ പറ്റി ചില മഹാന്മാർ പറഞ്ഞു അവരാണ് കുത്തുബ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇതാണ് അതിന്റെ അവസ്ഥ. നമുക്കറിയാൻ കഴിയില്ലത്. അത് അറിയലിട്ട് നമുക്ക് നിർബന്ധവുമല്ല. അതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ അനാവശ്യമായ തർക്ക വിതർക്കങ്ങൾ. ഇപ്പൊ മഹാനായ മടവൂർ ശൈഖുനയെ സംബന്ധിച്ച് കുത്തുബ എന്ന് പറഞ്ഞവരുണ്ട്, കുത്തുബല്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ തന്നെ നമ്മൾ അതിന്റെ മുകളിൽ പിടിച്ചിട്ട് അത് രണ്ടഭിപ്രായം, അങ്ങനെ രണ്ടഭിപ്രായം വരാൻ പറ്റിയതാണത്. അതിന്റെ പേരിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കുത്തും നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തേണ്ട ഒരു വിഷയമേ അല്ല അത്. മഹാനായ മുല്ല അലിയുൽ ഖാരി അദ്ദേഹത്തിന്റെ മിർഖാത്തിൽ പറഞ്ഞത് കാണാൻ കഴിയും. നിസായിൽ തർക്കമില്ലാതെ ഖുതുബിയ്യത്ത് സ്ഥിരപ്പെട്ട ഒരു മഹാൻ, അത് മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ മാത്രമാണ്. കാരണം അത് വെളിവാക്കി കൊടുത്തു. ഖദമി അലാ റഖബാത്തിൽ ഔലിയാഇ തുറാ. മഹാനവറുകൾ വെളിവാക്കി കൊടുത്തില്ലേ? മഹാനവറുകൾ പഠിക്കുന്ന കാലത്ത് തന്നെ അക്കാലഘട്ടത്തിലെ അൽ ഗൗസുൽ ഫർദ്, വലിയ മഹാൻ അൽ ഗൗസ് അൽ ഫർദ്, ആ മഹാൻ പഠിക്കുന്ന കാലത്ത് മൂപ്പരും ഇബ്നു സഖയും ഇബ്നു അബി ഉസ്റൂൻ എന്ന മഹാപണ്ഡിതനും അതിൽ ഇബ്നു സഖ കാഫിറായി ചത്തുപോയി. ശൈഖ് മുഹയ്യിദ്ദീൻ ഖദ്ദസല്ലാഹു സിർറഹു വലിയ സ്ഥാനത്തെത്തി. മറ്റേ ഇബ്നു അബി ഉസ്റൂൻ വലിയ മഹാനാണ്, ശാഫിഈ മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതനാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ സ്ഥാനത്തിനനുസരിച്ച് വലിയ ഒരു മൻസിബിൽ എത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. മറിച്ച് അദ്ദേഹത്തിന് ഔഖാഫുമായി ബന്ധപ്പെട്ട ചില ഉത്തരവാദിത്തങ്ങൾ രാജാവ് ഏൽപ്പിച്ചു കൊടുത്തു. മൂപ്പര് മോശക്കാരനല്ലോ. ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ചു വേണ്ട. ഇബ്നു അബി ഉസ്റൂൻ എന്ന് പറയുന്ന ആള് മോശക്കാരനല്ല. അല്ലാമ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അക്കാലഘട്ടത്തിലെ ശാഫിഈയത്തിന്റെ ഇമാമാണ് അദ്ദേഹം. അത്ര വലിയ മഹാനാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, മഹാനായ ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ആ മഹാനെ കാണാൻ പോയപ്പോ മഹാനവറുകളോട് പറഞ്ഞു, ശൈഖ് ജീലാനി തങ്ങളോട് പറഞ്ഞത് എന്താണ്? ശൈഖ് ജീലാനിയോട് പറഞ്ഞു, നിങ്ങൾക്ക് ഖദമി, നിങ്ങളുടെ എൻ്റെ ചെരുപ്പ് എൻ്റെ പാദം മുഴുവൻ ഔലിയാക്കന്മാരുടെയും പെരടിയിൽ ആണ് എന്ന് പറയുന്ന ഒരു അവസ്ഥ വരാനുണ്ടെന്ന് ചെറിയ കുട്ടിയായ മഹാനായ ശൈഖ് ജീലാനിയോട് മഹാനായ ആ അൽ ഗൗസ് അൽ ഫർദ് എന്ന് പറയുന്ന അന്നത്തെ ആ വലിയ മഹാനവറുകളോട് പറഞ്ഞ സംഭവം പിന്നീട് വർഷങ്ങൾ, പതിറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ മഹാനവറുകൾ പറഞ്ഞില്ലേ? ആ പറഞ്ഞത് ഇങ്ങ് ബഗ്ദാദിൽ വെച്ചാണെങ്കിൽ ആയിരക്കണക്കിന് കാതം അപ്പുറത്തുള്ള ശൈഖ് അഹ്മദുൽ കബീർ റിഫായി തങ്ങളടക്കമുള്ള അക്കാലഘട്ടത്തിലെ മുഴുവൻ ഔലിയാക്കന്മാരും അത് കേട്ടു. ആ പറയുന്ന സമയത്ത് അവരൊക്കെ അവരുടേതായ തല താഴ്ത്തിക്കൊടുത്തു. ശിഷ്യന്മാര് ചോദിച്ചു, എന്തിനാ ഉസ്താദെ, എന്തിനാ ശൈഖ് അവറുകളെ നിങ്ങൾ തല താഴ്ത്തിയത്? അതേ, ബഗ്ദാദിൽ വെച്ച് ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദമി അലാ റഖബാത്തിൽ ഔലിയാഇ തുറാ, മുഴുവൻ ഔലിയാക്കന്മാരുടെ പെരടിയിലും എൻ്റെ പാദമുണ്ടെന്ന് പറഞ്ഞപ്പോൾ
ഞങ്ങളും അതിൽപ്പെട്ടവരാണ്. മഹാനായ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ പറഞ്ഞത് ഉഹൈമിദു മിൻഹും, ഈ ചെറിയ അഹമ്മദും അതിൽപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ടാണ് തല താഴ്ത്തി കൊടുത്തത് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഈ നിലക്ക് മഹാനവറുകളുടെ കുതുബിയ്യത്ത്, അവിടുന്ന് കുതുബാണ് എന്നുള്ളത് ലോകത്തിന് അങ്ങ് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ പിന്നെ ആർക്കും സംശയമില്ല. അങ്ങനെ വെളിപ്പെടുത്താത്ത മഹാന്മാരെ സംബന്ധിച്ച് ഇന്നാള് കുത്തുബ എന്ന് പറയുന്നവരുണ്ടാവും, കുത്തുബല്ല എന്ന് പറയുന്നവരുണ്ടാവും. നമ്മൾ അതിലൊന്നും ഇടപെട്ട് നമ്മുടെ ഈമാൻ നശിപ്പിക്കാൻ പോവേണ്ടതില്ല എന്നാണ് ഈ സന്ദർഭത്തിൽ ഞാൻ എന്നോടും നിങ്ങളോടും ഉണർത്താൻ ആഗ്രഹിക്കുന്നത്. ഏത് കാലഘട്ടത്തിലും കുത്തുബുകൾ ഉണ്ടാകും. അത് ഈ കാലഘട്ടത്തിന്റെ നിലനിൽപ്പാണ്, ഈ ലോകത്തിന്റെ നിലനിൽപ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ള സംവിധാനമാണ്. അല്ലാഹു തആല ആ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട്, അവരുടെ മദദ് ഫുയൂലാത്തുകൾ കൊണ്ട് അല്ലാഹു നമ്മുടെ ഇരു വീട്ടിലും വിജയിപ്പിച്ചു തരുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വേറെ ഉസ്താദുമാരിൻ്റെ അവരൊക്കെ സംസാരിക്കും. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്തിലാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ മുഴുവൻ സല്ലാത്തുകളും അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, കൂട്ടുകുടുംബക്കാർ, ബന്ധുമിത്രാദികൾ എല്ലാവരുടെ ഖബറുകളും അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.